ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും സ്റ്റേജ് ഷോയിലുകളിലെല്ലാം പുതുതലമുറ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ഒരു കലാകാരൻ രമേഷ് പിഷാരടി ഇതേപോലെ വേറൊരാൾ ഉണ്ടാകുമെന്ന് സംശയമാണ്. കാൽ നൂറ്റാണ്ട് ഏറെയായി കരപുരരാത്ത കലാജീവിതം നയിക്കുന്ന ആൾ കൂടിയാണ് രമേഷ് പിഷാരടി. അദ്ദേഹത്തിന്റെ സംസാരം എത്ര കേട്ടാലും ആർക്കും മടുപ്പോ വെറുപ്പോ ഉണ്ടാക്കാറില്ല. സമയം പോകുന്നത് അറിയ പോലുമില്ല. അതിന് കാരണം അദ്ദേഹത്തിന്റെ നിരീക്ഷണപാഠവും വായന, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് എന്നിവയൊക്കെയാണ്. പൊതുജനങ്ങളുടെ പൾസ് പിഷാരടിക്കറിയാം. അതുകൊണ്ടാണ് അയാൾ ഇത്തരത്തിൽ സംസാരിക്കുന്നതും ആളുകൾ അയാളെ ശ്രവിക്കുന്നതും. പാലക്കാട്ടെ യുഡിഎഫ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ താരം. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭയിൽ എത്തിയാൽ തന്നെ സിനിമയിൽ കാണില്ലെന്നും മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനത്തിനായി മാറ്റിവെക്കുമെന്നും പിഷാരടി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രമേശ് പിഷാരടിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. വ്യക്തിഗുണങ്ങൾ നിറവേദിയുള്ള പിഷാരടി എന്നാണ് മുൻ മന്ത്രി തോമസ് ഐസക് കോമാളി എന്ന് വിളിച്ച് പരിഹസിച്ചത്. കോമഡി ചെയ്യുന്ന ആളിൽ നിന്ന് ഉപരി പിഷാരടിയെക്കുറിച്ച് തോമസ് ഐസക്കിന് ഒന്നും അറിയില്ലായിരുന്നു. ധർമ്മജൻ ബോൾഗാട്ടിക്കൊപ്പം പിഷാരടി ചെയ്ത പ്രോഗ്രാമുകൾ മാത്രം കണ്ടിട്ടാണ് പിഷാരടിയെ തോമസ് ഐസക് കോമാളി എന്ന് വിശേഷിപ്പിച്ചത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പിഷാരടി ഒരു ജീനിയസാണെന്നും അസാമാന്യ അറിവുള്ള ഒരു ബുദ്ധിയാണെന്നും ജീവിയാണെന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന കലാകാരനാണെന്നും. പിന്നീട് ഒട്ടും വൈകാതെ തോമസ് ഐസക് ക്ഷമാപണം നടത്തി തടിയൂരി. തോമസ് ഐസക്കിന്റെ കോമാളി വിളിയോട് വളരെ പക്വതയോടും ലളിതമായും സരസമായാണ് പിഷാരടി പ്രതികരിച്ചത്. അതുപോലെ മീഡിയക്കാർ പിഷാരടിയോട് ചോദിച്ചിരുന്നു, പ്രചാരണത്തിന് മമ്മൂട്ടി വരുമോ എന്ന്. അതിന് മറുപടിയുമായി പിഷാരടി പറഞ്ഞു, പ്രചാരണത്തിന് അദ്ദേഹം വരില്ല. പക്ഷെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹത്തെ പാലക്കാട് കൊണ്ടുവരുമെന്നാണ്. ഇങ്ങനെ പറയുന്നത് ഒരു കൊടിയ അപരാധമാണോ? നോമിനേഷൻ കൊടുക്കും മുമ്പ് മമ്മൂട്ടിയെ വിളിച്ച് അനുഗ്രഹം വാങ്ങിച്ച് പിഷാരടി പറഞ്ഞത് വലിയ അപരാധമായി ചില ആളുകൾ കണ്ടിരുന്നു. ജ്യേഷ്ഠ സഹോദരനായി കാണുന്ന ആളോട് അനുഗ്രഹം വാങ്ങുന്നത് തെറ്റാണോ? മമ്മൂട്ടിയെ ഗുരുസ്ഥാനീയനായി കാണുന്നത് അപരാധമാണോ? അതുപോലെ മമ്മൂട്ടിയുടെ കൂടെ മണിയടിച്ച് നടക്കുന്നയാളാണ് പിഷാരടി എന്നാണ് ചിലരുടെ ആക്ഷേപം. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അപാരമായ കഴിവും സ്വഭാവ ഗുണമുള്ള ഒരാളാണ് മമ്മൂട്ടി എപ്പോഴും കൂടെ കൂട്ടാറുള്ളത്.